ചെന്നപ്പാറ കൊമ്പൻപാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയ ഇസ്മായിൽ താമസിക്കുന്ന സ്ഥലത്ത് 3 കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 30-ലധികം കുടുംബങ്ങൾ ഇവിടെ അധിവസിച്ചിരുന്നു. ശുദ്ധവായുവും കൃഷി ചെയ്യുന്നതിനും മൃഗങ്ങളെ വളർത്തുന്നതിനുമുള്ള സൗകര്യങ്ങളുമെല്ലാം ഇവിടുത്തുകാർക്ക് ഗുണകരമായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞതോടെ TR&D എസ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്ന 100 കണക്കിന് ഏക്കറിലെ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ പ്രദേശത്ത് റീപ്ലാന്റിംഗ് ചെയ്യുവാൻ എസ്റ്റേറ്റ് മാനേജ്മെന്റ് തയ്യാറായില്ല. ഇതോടെ ശബരിമല വനത്തിൽ നിന്നും കാട്ടുമൃഗങ്ങൾ എസ്റ്റേറ്റിന്റെ ഈ ഭാഗത്തേക്ക് കയറുവാൻ തുടങ്ങി. ടാപ്പിംഗ് നടക്കുന്ന മേഖലയിൽ പോലും എസ്റ്റേറ്റ് അധികാരികൾ അടിക്കാടികൾ തെളിക്കുവാനോ വന്യമൃഗങ്ങളെ തുരത്തുവാനോ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇതോടെ മൃഗങ്ങൾ ജനവാസ മേഖലയിൽ പെറ്റുപെരുകി. ജനവാസ മേഖലയെ വനമാക്കി മാറ്റുവാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്ന വനം വകുപ്പാകട്ടെ കണ്ടമട്ടും കാണിച്ചില്ല. ഒടുവിൽ കൊമ്പൻപാറ മേഖലയിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി. ഇതോടെ ഓരോ കുടുംബങ്ങളും ഇവിടെ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് വാടകയ്ക്കും അല്ലാതെയും താമസം മാറ്റി. ഈ പ്രദേശങ്ങളിലെല്ലാം പിന്നീട് കാട് കയറി വനത്തിന് സമാനമായി. പോകുവാൻ ഒരു വഴിയുമില്ലാത്ത കുടുംബങ്ങൾ മാത്രം ഇവിടെ അധിവസിച്ചു. ഇപ്പോൾ കൊല്ലപ്പെട്ട സോഫിയയുടെ കുടുംബവും ഇതിന് സമീപത്തായി 2 വീടുകളും മാത്രമാണ് ഉള്ളത്. ഇതിൽ ഒന്ന് ഇസ്മായിലിന്റെ മാതാവ് അലീമ ഉമ്മയാണ്. തനിച്ചു കഴിയുന്ന ഇവർ രാത്രിയിൽ ഇസ്മായിലിന്റെ വീട്ടിലാണ് അന്തി ഉറങ്ങുന്നത്. ഇവിടെ ഓരോ ദിവസവും കാട്ടാനയുടെ ശല്യം ഉണ്ടാകാറുണ്ട്. സോഫിയ കൊല്ലപ്പെട്ട ദിവസവും കാട്ടാന ഇറങ്ങിയിട്ടുണ്ടെന്ന വനംവകുപ്പ് അധികാരികളെ അറിയിച്ചെങ്കിൽ 2 ഉദ്യോഗസ്ഥർ ഇതിന് സമീപത്തെത്തി മുഖം കാണിച്ച് മടങ്ങുക മാത്രമാണ് ചെയ്തതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. കുളി കഴിഞ്ഞ് ആളിന്റെ ജീവൻ പോയി കഴിഞ്ഞു. ഒറ്റയ്ക്ക് മൂത്ത കൊച്ചിനെ കുളിപ്പിച്ച് കയറ്റി വിട്ടിട്ട് ഒറ്റയ്ക്കേ ഉള്ള. എത്ര കുടുംബങ്ങളാണ് ഞങ്ങളുടെ വീട് ഈ റോഡെ അങ്ങോട്ട് പോകും. അപ്പുറത്ത് മൊത്തം പൊളിഞ്ഞു കിടക്കുക, നാശമായി കിടക്കുക. മൊത്തം 3 കുടുംബങ്ങളെ ഉള്ളൂ. അത് മഴയത്ത് ഇടിഞ്ഞു പോയത് മൺകട്ട. ഇത് നളനി കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നവരുടെ വീട് അല്ല, അത് കാറ്റത്ത് ഇതായി പോയത്. ഇവര് അവിടെ ആരും താമസിച്ചോണ്ട് പിന്നെ പുതിയ വീട് വെച്ചപ്പോ അവരിങ്ങോട്ട് മാറിയത്. വനം വകുപ്പ് അധികാരികളുടെയും എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെയും കടുത്ത നിസ്സംഗതയാണ് ഓരോ ജീവനും നഷ്ടമാകുവാൻ ഇടയാക്കിയത്. ഈ 3 കുടുംബങ്ങൾ കൂടി ഇവിടെ നിന്നും കുടിയിറക്കപ്പെടുന്നതോടെ ഈ മേഖല ഒന്നാകെ വനമാക്കി മാറ്റാമെന്ന വനം വകുപ്പിന്റെ നാളുകളായുള്ള കുടലതന്ത്രം വിജയിക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.